എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിയുടെ ഓൺലൈൻ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ +1 എക്സാം എല്ലാവർക്കും എളുപ്പമായിരുന്നെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. 90% മാർക്ക് മേടിക്കാൻ, 90% എബോവ് മാർക്ക് മേടിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എഴുതിയെന്ന് കരുതുന്നു. നമുക്ക് +2 ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ +1 ഇതുപോലെ തന്നെ +2 നമ്മൾ 2 ഭാഗങ്ങളായാണ് ഇക്കണോമിക്സ് പഠിക്കുന്നത്. ഇവിടെ നമ്മൾ മൈക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പാർട്ടും അതുപോലെ മാക്രോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുമാണ് പഠിക്കുന്നത്. അപ്പോൾ +1 നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചു. ഇവിടെയും അതുപോലെ തന്നെയാണ് 2 ഭാഗങ്ങളായി പഠിക്കുന്നു, മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും. ഇതിൽ മൈക്രോ ഇക്കണോമിക്സ് എന്ന ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. മാക്രോ ഇക്കണോമിക്സ് മറ്റൊരു അധ്യാപകനാണ് എടുക്കുന്നത്. അപ്പോൾ മൈക്രോ ഇക്കണോമിക്സിൽ നമുക്ക് 6 ചാപ്റ്ററും അതുപോലെ മാക്രോ ഇക്കണോമിക്സിൽ 6 ചാപ്റ്ററും അതുപോലെ ടോട്ടൽ ഇക്കണോമിക്സിൽ ഈ വർഷം 12 ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മൈക്രോ ഇക്കണോമിക്സ് എന്താണ്, മാക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് മൈക്രോ ഇക്കണോമിക്സ് എന്താണ് എന്ന് നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. അപ്പോൾ ഇതിൽ മൈക്രോ ഇക്കണോമിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിലാദ്യമേ ഞാൻ പറഞ്ഞു 6 ചാപ്റ്ററാണ് മൈക്രോ ഇക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. അതുപോലെ മാക്രോ ഇക്കണോമിക്സിലും 6 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഇതാണ്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. ഇതിൽ പകുതിയിലേറെ കാര്യങ്ങൾ നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് ഈ ചാപ്റ്ററിലൂടെ നോക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എളുപ്പമുള്ള ചാപ്റ്ററാണിത്, ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ്. അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫാദർ ഓഫ് ഇക്കണോമിക്സ്. +1 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫാദർ ഓഫ് ഇക്കണോമിക്സ് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്. ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്ത് ആണ്, എല്ലാവർക്കും അറിയാനുള്ള കാര്യം. അദ്ദേഹത്തിന്റെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, അതിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ്. വെൽത്ത് ഓഫ് നേഷൻസ് എന്നാണ്. അപ്പോൾ ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കിന്റെ പേര് ഇതാണ്, വെൽത്ത് ഓഫ് നേഷൻസ്, രാഷ്ട്രങ്ങളുടെ സമ്പത്ത് എന്ന് പറയും. ദാറ്റ് ബുക്ക് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1776. പബ്ലിഷ് ചെയ്തത് 1776 ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ്. അത് പബ്ലിഷ് ചെയ്ത ഇയർ 1776 അത് പബ്ലിഷ് ചെയ്തത്. അതായത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഏത് വാക്കിൽ നിന്നാണ് ഉണ്ടായെന്ന്. അതായത് ദ ടേം ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓയിക്കണോമി. നമ്മൾ പഠിക്കുന്ന ഇക്കണോമിക്സ് എന്ന പദം ആവിർഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്കായ ഓയിക്കണോമിയിൽ നിന്നാണ്. ഓയിക്കണോമിയ, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഇതിനർത്ഥം ഹൗസ്ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അപ്പോൾ ദ ടേം ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ. ഗ്രീക്ക് വാക്കായ ഓയിക്കണോമിയിൽ നിന്നാണ് നമ്മുടെ ഇക്കണോമിക്സ് എന്ന പദം ആവിർഭവിച്ചിരിക്കുന്നത്. അതിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്, സാധാരണക്കാരുടെ ജീവിതക്രമം അല്ലെങ്കിൽ സാധാരണക്കാരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നൊക്കെ അർത്ഥമുള്ള ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നതാണ് ഓയിക്കണോമിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ദ ടേം ഇക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ, വിച്ച് മീൻസ് അതിന്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആഡം സ്മിത്ത്, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് വെൽത്ത് ഓഫ് നേഷൻസ്. ഇനി പറഞ്ഞു ഇക്കണോമിക്സ് എന്ന പദം ആവിർഭവിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കായ ഓയിക്കണോമിയിൽ നിന്നാണ്. അതിനർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന്. ഇത് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചേ. അടുത്തായി നമ്മൾ നോക്കുന്നത് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ്.
definitions of economics. എന്താണ് നിർവചനം? ഡെഫിനിഷൻസ് മീൻസ് നിർവചനങ്ങൾ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ നിർവചനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരുപാട് നിർവചനങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിനായി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഇക്കോണമിസ്റ്റുകൾ അവരുടേതായ രീതിയിലൊക്കെ നിർവചനങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 4 നിർവചനങ്ങളാണ്. ഇക്കണോമിക്സിന് 4 നിർവചനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഇതാണ് വെൽത്ത് ഡെഫിനിഷൻ. 2 വെൽഫെയർ ഡെഫിനിഷൻ. 3 സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. 4 ഗ്രോത്ത് ഡെഫിനിഷൻ. ഇത്തരത്തിൽ 4 ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ഗ്രോത്ത് ഡെഫിനിഷൻ. ഇത്തരത്തിൽ 4 നിർവചനങ്ങളാണ് ഇക്കണോമിക്സിന് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് 4 അല്ല, ഒരുപാട് ഡെഫിനിഷൻസ് ഇക്കണോമിക്സിനുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട 4 ഡെഫിനിഷൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വെൽത്ത് ഡെഫിനിഷൻസ് മീൻസ് ധനനിർവചനം. ഇത് നൽകിയത് അല്ലെങ്കിൽ ഇത് വികസിപ്പിച്ചത് ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആയ ആഡം സ്മിത്ത് ആണ്. തന്നെയാണ് വെൽത്ത് ഡെഫിനിഷൻ വികസിപ്പിച്ചത്. അപ്പോൾ വെൽത്ത് ഡെഫിനിഷൻ, ധനനിർവചനം സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയത് ആഡം സ്മിത്ത്. പേരോർക്കുക, എക്സാമിന് ചോദിക്കും. വെൽത്ത് ഡെഫിനിഷൻ വികസിപ്പിച്ചത് ആഡം സ്മിത്ത്. അടുത്തായി വെൽഫെയർ ഡെഫിനിഷൻ മീൻസ് ക്ഷേമ നിർവചനം എന്നാണ് അതിന്റെ മീനിങ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം. വെൽഫെയർ ഡെഫിനിഷൻ വികസിപ്പിച്ചത് ആൽഫ്രഡ് മാർഷലിന്റെ വിശേഷമുണ്ട്. ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് മാർഷൽ ആണ്. അപ്പോൾ വെൽഫെയർ ഡെഫിനിഷൻ വികസിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ ആണ്. വെൽഫെയർ ഡെഫിനിഷന്റെ മീനിങ് ക്ഷേമ നിർവചനം എന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ക്ഷേമ നിർവചനം എന്ന് അറിയപ്പെടുന്നു. മൂന്നാമത്തത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി മീൻസ് ദൗർലഭ്യം. അതുകൊണ്ട് അതിനെ ദൗർലഭ്യ നിർവചനം എന്ന് അറിയപ്പെടുന്നു. ഇത് വികസിപ്പിച്ചത് ലയണൽ റോബിൻസ് ആണ് ഇത് വികസിപ്പിച്ചത്. അപ്പൊ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയത് ലയണൽ റോബിൻസ് ആണ്. ലാസ്റ്റ് വൺ ഗ്രോത്ത് ഡെഫിനിഷൻ വികസിപ്പിച്ചത് P.A. സാമുവൽസൺ എന്ന ഇക്കോണമിസ്റ്റ് ആണ്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് പ്രധാനമായും 4 നിർവചനങ്ങളാണുള്ളത്. വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആൻഡ് ഗ്രോത്ത് ഡെഫിനിഷൻ. വെൽത്ത് ഡെഫിനിഷൻ വികസിപ്പിച്ചത് അല്ലെങ്കിൽ നൽകിയത് ആഡം സ്മിത്ത്, ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്ത് ആണ്. അതുപോലെ വെൽഫെയർ ഡെഫിനിഷൻ വികസിപ്പിച്ചത് ആൽഫ്രഡ് മാർഷൽ, ഫാദർ ഓഫ് മൈക്രോ ഇക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആൽഫ്രഡ് മാർഷൽ ആണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ നൽകിയത് ലയണൽ റോബിൻസ് എന്ന ഇക്കോണമിസ്റ്റ് ആണ്. ഗ്രോത്ത് ഡെഫിനിഷൻ നൽകിയത് P.A. സാമുവൽസൺ. അപ്പോൾ ഇതിൽ നിന്ന് എക്സാമിന് ഏതെങ്കിലും 1-2 എണ്ണം എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അടുത്തായി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക്, ഈ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര സാമ്പത്തിക പ്രശ്നം. മറ്റൊരു വിധത്തിലും ഈ ക്വസ്റ്റ്യൻ അറിയപ്പെടുന്നുണ്ട് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. For central problems of an economy or basic economic problems of an economy. ഇത്തരത്തിൽ 2 രീതിയിൽ അറിയപ്പെടുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ എന്താണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സാമ്പത്തിക പ്രശ്നങ്ങൾ, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഏതൊരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ പറയുന്നത്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നതിലൂടെ. അതായത് ഇന്ത്യൻ ഇക്കോണമി, അതുപോലെ അമേരിക്കൻ ഇക്കോണമി, അതുപോലെ ചൈനീസ് ഇക്കോണമി, ഏത് സമ്പദ് വ്യവസ്ഥ എടുത്താലും അവിടെ എല്ലാം
ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അവരെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെ പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന്. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. ഓരോ സമ്പദ് വ്യവസ്ഥയും വ്യത്യസ്ത രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും ഫേസ് ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ പറയുന്നത്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി ഓർ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നതിലൂടെ പറയും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പൊ അതിനു മുമ്പേ നമ്മൾ അറിയണം എന്തുകൊണ്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഒരു സമ്പദ് വ്യവസ്ഥയിൽ എന്തുകൊണ്ട് ഇക്കണോമിക് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ ലിമിറ്റഡ് ഓർ റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ. റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സസ് എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ് ഓർ ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. സ്കേഴ്സിറ്റിയുടെ മീനിങ് നേരത്തെ പറഞ്ഞു, ദൗർലഭ്യമുള്ളതാണ്. സ്കേഴ്സ് മീൻസ് വിഭവങ്ങൾക്ക് ദൗർലഭ്യമുണ്ട്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണം. ഈ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അതിന് റിസോഴ്സസ് ഉണ്ടാകണം, വിഭവങ്ങൾ ഉണ്ടാകണം. അപ്പോൾ ആ റിസോഴ്സസ് എന്ന് പറയുന്നത്, പക്ഷേ ഈ സാധനങ്ങൾ സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് ആവശ്യമാണ്. ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഒരു സമയത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ വിഭവങ്ങൾ വേണം. ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് സ്കേഴ്സ് ആണ്. വിഭവങ്ങൾ മീൻസ് നമുക്ക് ലാൻഡ് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ആണ്, വാട്ടർ ഒരു റിസോഴ്സ് ആണ്, മിനറൽസ് ഒരു റിസോഴ്സസ് ആണ്, അതുപോലെ എനർജി എന്ന് പറയുന്ന മറ്റൊരു റിസോഴ്സ് ആണ്, വിൻഡ് മറ്റൊരു റിസോഴ്സ് ആണ്. അതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ, നമ്മൾ +1 പഠിച്ചിട്ടുള്ള ഹ്യൂമൻ ക്യാപിറ്റൽ, മനുഷ്യ മൂലധനം അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന മറ്റൊരു വിഭവമാണ്. ഇത്തരത്തിൽ ധാരാളം വിഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ വിഭവങ്ങൾ പക്ഷേ ലിമിറ്റഡ് ആണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം തൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തക്ക വിഭവങ്ങൾ ഒരു സമ്പദ് വ്യവസ്ഥയിലും ഉണ്ടാകില്ല. കാരണം നമുക്ക് ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ അയാൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും. അതേസമയം ഒരു ഇക്കോണമി ആണെങ്കിൽ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം ആവശ്യങ്ങൾ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് അയാൾക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്നു റിസോഴ്സസ് ആർ സ്കേഴ്സ്. റിസോഴ്സ്, ഒരു ഇക്കോണമിയുടെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്. അതേസമയം പറഞ്ഞു നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്ന് പറയുന്നു. പക്ഷേ വാൺസ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന വാൺസ് അല്ലെങ്കിൽ നീഡ്സ് എന്ന് പറയുന്ന വാൺസ് അഥവാ ആ നീഡ്സ്, നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്, പരിധി ഇല്ലാത്തതാണ്. നമ്മുടെ വാൺസ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പരിധി ഇല്ലാത്തതാണ്. അപ്പോൾ റിസോഴ്സസ് സ്കേഴ്സ് ആണ്, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ വാൺസ്. കാരണം നമുക്ക് ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആയിരക്കണക്കിന് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായിട്ട് വരും. പക്ഷെ ഇതെല്ലാം കൂടി ഒരു സമയത്ത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു വാൺസ് ആർ അൺലിമിറ്റഡ്. വാൺസ് എന്താണ്? അൺലിമിറ്റഡ് ആണ്, പരിധി ഇല്ലാത്തതാണ്. റിസോഴ്സസ് സ്കേഴ്സ് ആണ്, വാൺസ് അൺലിമിറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ റിസോഴ്സസ് സ്കേഴ്സ് ആയതുകൊണ്ട് അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ആൾട്ടർനേറ്റീവ് മീൻസ് ഒന്നിലധികം ഉപയോഗങ്ങളുമുണ്ട്. ഏതെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടിയല്ല റിസോഴ്സസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാൻഡ് കൃഷിക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്, അവിടെ നമുക്ക് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്നു. സർവീസ് സെക്ടറിന് വേണ്ടി ലാൻഡ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ റിസോഴ്സസിന് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസസ്, ഒന്നിലധികം. ആൾട്ടർനേറ്റീവ്സ് മീൻസ് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട് റിസോഴ്സസിന്. അപ്പോൾ ആ റിസോഴ്സസ് എന്താണ്? സ്കേഴ്സ് ആണ്. ആ സ്കേഴ്സ് ആയ റിസോഴ്സസിന് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസേഴ്സ്. ആൾട്ടർനേറ്റീവ് യൂസേഴ്സ്, ഉപയോഗങ്ങളുണ്ട്. അതായത് ഒന്നിലധികം ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്, ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അവിടെ ചോയ്സ് ഉണ്ടാകുന്നു. ചോയ്സ് മീൻസ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, തിരഞ്ഞെടുക്കൽ ഉണ്ടാകുന്നു, ചോയ്സ് ഉണ്ടാകുന്നു. ചോയ്സസ്, തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകും. അപ്പൊ റിസോഴ്സസ് സ്കേഴ്സ് ആണെന്ന് പറഞ്ഞു. ആ സ്കേഴ്സ് റിസോഴ്സസിന് എന്തുണ്ട്? അൺലിമിറ്റഡ് വാൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടത് അവിടെ എന്താണ്? ആ ലിമിറ്റഡ് റിസോഴ്സസിന്, ആ സ്കേഴ്സ് ആയ റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതായത് ധാരാളം ആവശ്യങ്ങളുണ്ട്. അതായത് ഒന്നിലധികം, നമുക്കറിയാം ധാരാളം സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. കാരണം നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഇക്കോണമി, ഇന്ത്യ പോലുള്ള ഒരു ഇക്കോണമിയെ സംബന്ധിച്ച് പോവർട്ടി ഉണ്ട്, ദാരിദ്ര്യമുണ്ട്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മയുണ്ട്. അതുപോലെ ഹെൽത്ത് പ്രോബ്ലംസ്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പിന്നെന്താണ്? വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ എനർജി, ഊർജ്ജം ആവശ്യമായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ. അതുപോലെ റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളും മറ്റുമൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് നിറവേറ്റേണ്ടതായിട്ട് ഉണ്ട്. അതിനുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ എന്ന് പറയുന്നത് പരിമിതമാണ്.
അതുകൊണ്ട് ഈ റിസോഴ്സസ് പരിമിതമായത് കൊണ്ട് തന്നെ ആ ഉള്ള റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ടാകുന്നു. അതായത് ഒന്നിലധികം ആവശ്യങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ ചോയ്സ് ഉണ്ടാകുന്നു, തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. ഏത് ആദ്യം നിറവേറ്റണം, ഏത് ആവശ്യം ആദ്യം നിറവേറ്റണം എന്നൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, ചോയ്സസ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട്, 3 ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അത് ഏതൊരു ഇക്കോണമിയാണ് റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ടും അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉള്ളത് കൊണ്ടും അവിടെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് കൊണ്ടും ചോയ്സ് ഉള്ളത് കൊണ്ടും അവിടെ 3 ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് അത് ഇന്ത്യൻ ഇക്കോണമി ആണെങ്കിലും അതുപോലെ അമേരിക്കൻ ഇക്കോണമി ആണെങ്കിലും ചൈനീസ് ഇക്കോണമി ആണെങ്കിലും ഏത് ഇക്കോണമി ആണെങ്കിലും അവിടെ 3 ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ് and in what quantity. What to produce and in what quantity. എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how to produce. How to produce, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. And last question, for whom to produce, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ റിസോഴ്സ് ലിമിറ്റഡ് ആണ്, ഉള്ള റിസോഴ്സിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു, ഏതാദ്യം ഉൽപ്പാദിപ്പിക്കണം, ഏത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, ഏത് സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം തീരുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 3 ക്വസ്റ്റ്യൻസ് ഉയർന്നു വരുന്നുണ്ട്. ഒരു ഇക്കോണമിയിൽ 3 ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതൊന്നിതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how to produce, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, for whom to produce. ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. സെക്കൻഡ് വൺ, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. അതായത് നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഇങ്ങനെ 3 ചോദ്യങ്ങൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ മുന്നിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇവയാണ് ഒരു ഇക്കോണമിയുടെ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ് അല്ലെങ്കിൽ ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ സാമ്പത്തിക പ്രശ്നങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞു, അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോണമി തീരുമാനിക്കണം ഏത് സാധനം ആദ്യം ഉൽപ്പാദിപ്പിക്കണം, ഏത് ഗുഡ് ആദ്യം ഉൽപ്പാദിപ്പിക്കണമെന്ന് ഒരു ഇക്കോണമി തീരുമാനിക്കേണ്ടത്. അതൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും, കാരണം നമ്മുടെ ഇൻകം, വരുമാനം എന്ന് പറയുന്ന എല്ലാവരുടെയും പരിമിതമാണ്. ആ ഉള്ള വിഭവങ്ങൾ വച്ചിട്ട് ഏത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ ഏത് സാധനം ആദ്യം വാങ്ങണമെന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും തീരുമാനിക്കേണ്ടതുണ്ട്. എല്ലാ ആവശ്യങ്ങളും കൂടി നമുക്ക് ഒരുമിച്ച് നിറവേറ്റാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇക്കോണമിയെ സംബന്ധിച്ചത് വലിയൊരു പ്രോബ്ലമാണ്, എന്തുൽപ്പാദിപ്പിക്കണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടതുണ്ട്. ഇപ്പൊ പോവർട്ടി, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പോവർട്ടി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോബ്ലമാണ്, വലിയൊരു സാമ്പത്തിക പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എന്തുൽപ്പാദിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ആദ്യം ഫുഡ് പ്രോഡക്ട്സിന് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ നിലനിൽക്കുന്നത്, അതുപോലെ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരും, റിസോഴ്സസ് ചിലവഴിക്കേണ്ടി വരും. അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് അതിനുവേണ്ടി നമുക്ക് ഹെൽത്ത് സെക്ടറിലേക്ക് വേണ്ടി ഒരുപാട് പണം ചിലവഴിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വാർ സിറ്റുവേഷൻ, യുദ്ധ സാഹചര്യമാണെങ്കിൽ നമ്മുടെ റിസോഴ്സ് കൂടുതലും പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി, അതായത് ഡിഫൻസിന് വേണ്ടി, ആയുധങ്ങളും അതുപോലെ സൈനികർക്കായിട്ട് വേണ്ടിയിട്ട് നമുക്ക് പണം ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും പോവർട്ടി സോൾവ് ചെയ്യാനാണെങ്കിലും അതുപോലെ പ്രതിരോധ ആവശ്യമാണെങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് നിറവേറ്റാൻ പറ്റില്ല. അതിന് കാരണം പറഞ്ഞു റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അവർ തിരഞ്ഞെടുക്കണം ഏത് കാര്യങ്ങൾ ആദ്യം ഉൽപ്പാദിപ്പിക്കണം, ഏത് സാധനം ഉൽപ്പാദിപ്പിക്കണം. അതുകൊണ്ട് അവർ ആദ്യം തീരുമാനിക്കണം വെദർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണമോ, അല്ലെങ്കിൽ വെദർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഫുഡ്, ആഹാരത്തിന് വേണ്ടിയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണോ, ഓർ വെദർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ഫോർ ഡിഫൻസ്, അതായത് പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ ആദ്യമേ ഉൽപ്പാദിപ്പിക്കണോ എന്ന് അവർ തീരുമാനിക്കും.
അത് ഓരോ രാജ്യങ്ങളുടെയും പ്രിഫറൻസിനെ, മുൻഗണനയെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹെൽത്ത് സെക്ടറിന് വേണ്ടിയായിരിക്കും നമ്മൾ കൂടുതൽ റിസോഴ്സസ് മാറ്റിവെക്കേണ്ടി വരിക, അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ. എന്നാൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അതുമല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ പോവർട്ടി എന്ന് പറയുന്ന വലിയ പ്രശ്നമില്ല. അവർ ചിലപ്പോൾ കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി വിഭവങ്ങൾ മാറ്റിവെക്കുന്നത് ലക്ഷറി ഗുഡ്സിന് വേണ്ടിയായിരിക്കും, ആഡംബര സാധനങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ റിസോഴ്സസ് ഓരോ രാജ്യങ്ങളും അവരുടെ ആവശ്യങ്ങൾ മുൻഗണനാക്രമത്തിൽ കണ്ടെത്തി അതിനുവേണ്ടി റിസോഴ്സസ് ഓരോന്നോരോന്നായിട്ട് മാറ്റിവെക്കേണ്ടി വരുന്നുണ്ട്. അതാണ് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്തുൽപാദിപ്പിക്കണം. ഇപ്പോൾ മറ്റ് ഒരു വാർ സിറ്റുവേഷൻ ആണ്, യുദ്ധ സാഹചര്യമാണെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ കൂടുതലായി നമ്മൾ മാറ്റിവെക്കേണ്ടി വരിക ആയുധങ്ങൾ വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുൽപാദിപ്പിക്കണമെന്ന് കണ്ടെത്തിയാൽ അതിനോടൊപ്പം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം. ഇപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റംസ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ പോവർട്ടി നിലനിൽക്കുന്നു, ഫുഡിന് വേണ്ടിയാണ് റിസോഴ്സസ് കൂടുതലായിട്ട് വേണ്ടിയതെങ്കിൽ എല്ലാവർക്കും, രാജ്യത്തെ എല്ലാവർക്കും ഒരേ സമയത്ത് ദാരിദ്ര്യം ഉണ്ടാകില്ല. അപ്പോൾ ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമുള്ളവരെ കണ്ടെത്തി അവരുടെ എണ്ണത്തിനനുസരിച്ച് വേണം, അവരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്തുൽപ്പാദിപ്പിക്കാൻ, സാധനങ്ങൾ അല്ലെങ്കിൽ ഫുഡ് ഗ്രെയിൻസ് ഉൽപ്പാദിപ്പിക്കാൻ. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണമെന്ന് കണ്ടെത്തിയാൽ അത് ലിമിറ്റ് ഇല്ലാതെ ഉൽപ്പാദിപ്പിച്ചു കൂട്ടാനും പറ്റില്ല. ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അളവ് വേണം. ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് എന്ന് കണ്ടെത്തണം, എത്ര അളവിൽ, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നും കണ്ടെത്തണം. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരിയായ ആവശ്യങ്ങൾ കണ്ടെത്തി അത് ആദ്യം നമ്മൾ നിറവേറ്റേണ്ടി വരും. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു, ഒന്നുകൂടി നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ആദ്യം നമ്മൾ പറഞ്ഞു ഇക്കണോമിക്സിനെ കുറിച്ച്, ഫാദർ ഓഫ് ഇക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബുക്കിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പദം ആവിർഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വാക്കായ ഒയ്ക്കണോമിയിൽ നിന്നാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻസ് ഓഫ് ഇക്കണോമിക്സ്, വെൽത്ത് ഡെഫിനിഷൻ, വെൽഫെയർ ഡെഫിനിഷൻ, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ഗ്രോത്ത് ഡെഫിനിഷനെ കുറിച്ച് പറഞ്ഞു, അത് കൊണ്ടുവന്നവരെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കണോമിയെ കുറിച്ച് പറഞ്ഞു. 3 പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ഇത്രയും പഠിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം.